Hi dears, welcome to a Dream Exam Oriented Special Marathon Show. Today we are discussing the subject BRL 101 Overview of Retailing. ആദ്യകാലങ്ങളിൽ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുന്ന ചെറിയൊരു ടോപ്പിക് ആയിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയി കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് നൽകുന്ന ഡീലേഴ്സ്, അല്ലാതെ ചില്ലറ കച്ചവടക്കാര് എന്ന് പറയുന്ന ആ പഴയ കൺസെപ്റ്റ് അല്ല. പകരം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് വരെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ആയി മാറിയിട്ടുണ്ട് ഇന്ന് റീറ്റെയിൽ ബിസിനസ്. അപ്പൊ റീറ്റെയിലിംഗിൽ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതില് ഏറ്റവും ആദ്യത്തെ മൊഡ്യൂളിലെ ഫൗണ്ടേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സെക്ഷനാണ്. അവിടെ നിന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്ത് ഓഫ് റീറ്റെയിൽ സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയില് റീറ്റെയിൽ സെക്ടറിനെ സ്വാധീനിക്കുന്ന, അതിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അപ്പോ ഇന്ത്യയിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ല, പക്ഷെ പകരം റീറ്റെയിൽ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇന്ത്യയുടെ എക്കണോമിയുടെ സ്പെഷ്യാലിറ്റി ഒന്ന് എഴുതുക. ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണ്. ഇന്ത്യയിലെ റൂറൽ പോപ്പുലേഷൻ ആണ് കൂടുതലായും ഉള്ളത്. അപ്പൊ ഇന്ത്യയിലെ GDPയുടെ 10% റീറ്റെയിൽ സെക്ടറിൽ നിന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ദെൻ ഇന്ത്യയിൽ റീറ്റെയിൽ സെക്ടറിന്റെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റീറ്റെയിൽ ഗ്രോത്ത്, അത് നിങ്ങൾ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. അതേപോലെ തന്നെ പ്രസന്റ് ട്രെൻഡുകൾ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. റീറ്റെയിലർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ടറിൽ നിന്ന് വരുന്നത്, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ കൺസ്യൂമർ ബിഹേവിയർ, റീറ്റെയിൽ ഫോർമാറ്റ്സ്, കൺസ്യൂമർ ബിഹേവിയറിന്റെ ബേസസ് എന്തൊക്കെയാണ്, അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ. ദെൻ റീറ്റെയിൽ ഫോർമാറ്റ്സ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ഓരോ ബേസിൽ കാറ്റഗറൈസ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. റീറ്റെയിൽ ഫോർമാറ്റ് ബേസ്ഡ് ഓൺ നമ്മളുടെ നാച്ചർ ഓഫ് ബിസിനസ്. അതേപോലെ തന്നെ 2 സെക്ഷൻ ആയിട്ട് നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്യും. ഓർഗനൈസ്ഡ് സ്റ്റോറുകളും നോൺ ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ നോൺ സ്റ്റോർ റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് ഡീറ്റെയിൽ ആയി നമ്മുടെ ആ യൂണിറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ റീറ്റെയിൽ ഫോർമാറ്റ് എഴുതണം. മോം ആൻഡ് പോപ്പ് സ്റ്റോർ, അതായത് കൺവീനിയൻസ് സ്റ്റോർ, മോഡേൺ ഫോർമാറ്റ്, ഏറ്റവും ലാസ്റ്റിൽ റീസെന്റ് ട്രെൻഡ് അല്ലെങ്കിൽ റീസെന്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ റീറ്റെയിലിങ്ങും അതുപോലെ തന്നെ കൺവീനിയൻസ് സ്റ്റോറുകളും 24x7 മാർക്കറ്റുകളും എല്ലാം വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വെൻഡിങ് കിയോസ്കുകളൊക്കെ ഒന്ന് സൂചിപ്പിക്കാം, കിരാന സ്റ്റോഴ്സിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾ റീറ്റെയിൽ ഫോർമാറ്റിന്റെ എസ്സേ വരികയാണെങ്കിൽ എഴുതണം. പിന്നെ മെർക്കൻഡൈസിങ്, പ്രൈസിങ് ആൻഡ് സ്റ്റോഴ്സ് മാനേജ്മെന്റ് ആണ്. മെർക്കൻഡൈസിങ് എന്ന് പറയുമ്പോൾ മെർക്കൻഡൈസിങ് മാനേജ്മെന്റ് റീറ്റെയിൽ പ്ലാനിങ്ങിൽ ഇമ്പോർട്ടന്റ് ആണോ? മെർക്കൻഡൈസ് മാനേജ്മെന്റിലെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനുള്ള പ്രത്യേകത എന്താണ്? മെർക്കൻഡൈസ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ അവർ ഫേസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്? അതായത് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, റിസോഴ്സ് അലോക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലൈവ് ക്ലാസ്സിലൊക്കെ കൃത്യമായി പേജ് നമ്പർ അടക്കം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. പിന്നെ വരുന്നത് ഏതാ? റീറ്റെയിൽ സ്പേസ്, വിഷ്വൽ മെർക്കൻഡൈസിങ്, സെക്യൂരിറ്റി. നമ്മൾ ലേ ഔട്ട് സെലക്ട് ചെയ്യുക, അതേപോലെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക്കുകൾ അതെങ്ങനെ അറേഞ്ച് ചെയ്യണം, വിഷ്വൽ ഡിസ്പ്ലേയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ സെക്യൂരിറ്റി, റീറ്റെയിൽ സ്റ്റോറിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെയായിരിക്കണം, CCTV, അതുപോലെ തന്നെ പ്രോപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്കിങ് വരുന്ന രീതിയിലുള്ള സ്റ്റാഫിന്റെ പൊസിഷൻ, ദെൻ ഗേറ്റിന് പുറത്തും ഡോറിന് പുറത്തും ഒക്കെയുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെന്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഷ്രിങ്കേജ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ. അതേപോലെ പല സ്ഥാപനങ്ങളും സാറ്റലൈറ്റ് ഉപയോഗിച്ചൊക്കെയാണ് സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ട്രാക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അത് ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ആയി വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായി എഴുതാം. ദെൻ അടുത്തതായിട്ട് ടെക്നോളജി അപ്ലിക്കേഷനും എത്തിക്സും ലീഗൽ ഫ്രെയിംവർക്കും. നമ്മൾ ടോട്ടൽ 12 യൂണിറ്റുകളായി അറേഞ്ച് ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
ടെക്നോളജി അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ പുതിയൊരു ടെക്നോളജി നമ്മളുടെ സ്ഥാപനത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ മുന്നേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ സ്ഥാപനത്തിന് ഇത് ആവശ്യമാണോ എന്ന് നോക്കണം, അതിന് സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, നിലവിലുള്ള സ്റ്റാഫിന് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, നമ്മുടെ സ്ഥാപനത്തിന് ഫണ്ട് അവൈലബിലിറ്റി ഉണ്ടോ, അതേപോലെ അത് നമ്മൾക്ക് അഫോർഡബിൾ ആണോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി വേണം ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാൻ. പിന്നെ ടെക്നോളജി ഏതൊക്കെ ടൈപ്പ് ടെക്നോളജി നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഓരോ കേസിലും സോഴ്സിങ് മുതൽ ആഫ്റ്റർ സെയിൽ സർവീസ് വരെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജീസിനെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിക്കണം. സോഴ്സിങ്ങിനൊക്കെ നമ്മൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് സപ്ലയേഴ്സിന്റെ ഡീറ്റെയിൽ ഒക്കെ ചെക്ക് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും പ്രൊമോഷന് വേണ്ടിയാണെങ്കിലും ആഫ്റ്റർ സെയിൽ സർവീസിലൊക്കെ കസ്റ്റമേഴ്സിന്റെ നമ്പറുകളൊക്കെ വെച്ചുകൊണ്ട് CRM കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിലൂടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകൾ, ദെൻ പേഴ്സണൽ, അതായത് നമ്മൾ സോഫ്റ്റ്വെയറിന്റെ POS എന്ന് പറയുന്ന പോയിന്റ് ഓഫ് സെയിൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. സെക്യൂരിറ്റി മേഖലയിലാണെങ്കിൽ CCTV, പഞ്ചിങ് സിസ്റ്റം, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ലേബലിങ്ങുകൾ, ഇലക്ട്രോണിക് ഷെൽഫുകൾ. അപ്പൊ ഓരോ കാര്യത്തിലും നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അത് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ആണ് ടെക്നോളജി എന്ന് പറയുന്ന സെക്ഷനിലുള്ളത്. പിന്നെ എത്തിക്സ്, നമ്മളൊരു റീറ്റെയിലർ ബിസിനസ് നടത്തുമ്പോൾ ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗുഡ് ഹാബിറ്റ്സ്, നമ്മൾ ഓരോ കാര്യത്തിലും ഇപ്പൊ എംപ്ലോയീസിനോടുള്ള കാര്യങ്ങളിലാണെങ്കിലും കസ്റ്റമേഴ്സിനോട് പെരുമാറുമ്പോഴും നമ്മളുടെ ട്രാൻസ്പെറൻസി ഒക്കെ, ഡീലിങ്സിലെ ട്രാൻസ്പെറൻസി ഒക്കെയാണ് എത്തിക്സിലൊക്കെ വരുന്നത്. അതേപോലെ കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക, അങ്ങനെ ഏത് രീതിയിലാണോ നല്ല സ്മൂത്ത് ആയ രീതിയിൽ ബിസിനസ് ഹാൻഡിൽ ചെയ്യേണ്ടത് അതിന് ഫോളോ ചെയ്യേണ്ട എത്തിക്സ് ഒക്കെ നിങ്ങൾ കൃത്യമായി വായിച്ചു നോക്കി മനസ്സിലാക്കി അറ്റൻഡ് ചെയ്യണം. പിന്നെ ലീഗൽ ഫ്രെയിംവർക്ക്, നമ്മൾ ഏതൊക്കെ ഇഷ്യൂകളാണ് മെയിൻ ആയി റീറ്റെയിലേഴ്സ് ഫേസ് ചെയ്യുന്നത്, റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലം, അങ്ങനെയൊക്കെ പറയുന്ന ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ദെൻ റീറ്റെയിലിങ്ങിനെ കവർ ചെയ്യുന്ന ഒരുപാട് മെയിൻ ലീഗൽ ഇഷ്യൂ തന്നെ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണ്, റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലം, ലാക്ക് ഓഫ് ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ്, അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രിയെ ഒരുപാട് നിയമങ്ങൾ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ നിയമങ്ങളാണ് റീറ്റെയിൽ സെക്ടറിനെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? സാധാരണയായി ചിലപ്പോൾ 5 നിയമങ്ങളെ കുറിച്ചോ 3 നിയമങ്ങളെ കുറിച്ചോ ഒക്കെ ഡീറ്റെയിൽ ആയി എഴുതാനൊക്കെ വരാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, വർക്കേഴ്സിന്റെ വെൽഫെയർ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, പിന്നെ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്, ലീഗൽ മെട്രോളജി ആക്ട്, അങ്ങനെയുള്ള നിങ്ങൾക്ക് അറിയാവുന്ന 2 3 അല്ലെങ്കിൽ 5 ആക്ട് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ അത്രയും ആക്ടിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എഴുതണം. അതായത് ഇപ്പോൾ ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, രജിസ്റ്റർ ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ അതാത് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ റിപ്പോർട്ട് ചെയ്യണം. കൂട്ടിക്കഴിഞ്ഞാലും ഒരാഴ്ചക്കുള്ളിലോ 10 ദിവസത്തിനുള്ളിലോ 15 ദിവസത്തിനുള്ളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ വിവരം ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ അറിയിക്കണം. അതായത് വിത്തിൻ ഷോർട്ട് പീരിയഡ് നമ്മൾ അടച്ചുപൂട്ടി കഴിഞ്ഞാൽ ലൈസൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇൻഫോം ചെയ്യണം. അങ്ങനെ ഏതെങ്കിലും 1-2 നിയമങ്ങളെ കുറിച്ച് വിശദമായി എഴുതാം. അപ്പൊ നോക്കാം പ്രധാനമായി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി കീ ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ. ഒരു റീറ്റെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി എന്തൊക്കെയാണ്? റീറ്റെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൽ ബ്രേക്കിംഗ് ദ ബൾക്കാണ്. മാനുഫാക്ചറിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് പാസ് ചെയ്യുന്ന സമയത്ത് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്നു. അതായത് ബ്രേക്കിംഗ് ദ ബൾക്ക്, അതിലെന്താ വരുന്നത്? റീറ്റെയിലർ ബൈസ് ലാർജ് ആൻഡ് സെൽസ് ഇൻ സിംഗിൾ കൺസ്യൂമർ യൂണിറ്റ്. റീറ്റെയിലർ എന്ത് ചെയ്യുന്നു? ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലെ ഒരു മെമ്പറായി ജോലി ചെയ്യുന്നു. അപ്പൊ ബൈയിങ് ആണ്, ബൈയിങ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ഫസ്റ്റ് ഫങ്ഷൻ. വിവിധ ഹോൾസെയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രോഡക്ട്സ് വാങ്ങിക്കുന്നു, ബൈയിങ്. പിന്നെ വരുന്നത് അസംബ്ലിംഗ് ആണ്. ഈ വാങ്ങിച്ചു വെച്ച പ്രൊഡക്റ്റ് ഒക്കെ കൺസ്യൂമേഴ്സിന് ആവശ്യമാകുന്നത് വരെ നമ്മൾ അതിൽ പറയുന്നുണ്ട് മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് ആൻഡ് ലൈൻസ് അണ്ടർ വൺ റൂഫ്. നമ്മൾ എന്ത് ചെയ്യുന്നു? വിവിധ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് കൺസ്യൂമേഴ്സിന് ആവശ്യമായ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങി നമ്മളുടെ
റീറ്റെയിലറുടെ സ്റ്റോറിൽ സൂക്ഷിച്ചു വെക്കുന്നു ആവശ്യമുള്ള സമയത്ത് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഹോൾഡിംഗ് ഇൻവെന്ററി കൃത്യമായി സേഫ്റ്റി സ്റ്റോക്കായി എടുത്തു വെക്കുന്നു. കൺസ്യൂമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഒരു യൂണിറ്റ് അവർക്ക് വേണ്ടുവെങ്കിൽ ആ ഒരു യൂണിറ്റ് നമ്മൾ കൊടുക്കും. അപ്പൊ അവർക്ക് ബണ്ടിലായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് അവർക്ക് വേണ്ടി റീറ്റെയിലർ ചെയ്യുന്നു. പിന്നെ ചാനൽ സർവീസുകളാണ്. അതായത് കസ്റ്റമേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നു. ആവശ്യമുള്ള സമയത്ത് കടത്തിനൊക്കെ പ്രോഡക്റ്റ് കൊടുക്കും. പിന്നെ ഡെലിവറി, നമ്മള് ടൈം യൂട്ടിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പറയില്ലേ, ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആവശ്യമുള്ള സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുന്നു. ടൈം യൂട്ടിലിറ്റി, പൊസഷൻ യൂട്ടിലിറ്റി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിട്ടേൺസ് ആൻഡ് ലോജിസ്റ്റിക്സ്, ഇവർക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് നമ്മൾക്ക് റിട്ടേൺ ചെയ്യാം. ദെൻ എവിടെയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് കൺസംഷൻ പ്ലേസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആ ഫങ്ഷൻസ് എല്ലാം റീറ്റെയിലർ ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈയിങ് ഉണ്ട്, അസംബ്ലിംഗ് ഉണ്ട്, സ്റ്റോറിംഗ് ഉണ്ട്, ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്ടിങ് ആസ് എ കണക്ടിങ് ലിങ്ക് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് റീറ്റെയിലർ. ഇതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സേ കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ ഇതെല്ലാം എഴുതണം. മാനുഫാക്ചറുടെയും കൺസ്യൂമറുടെയും ഇടയിലുള്ള കണക്ടിങ് ലിങ്ക് ആയി പ്രവർത്തിക്കുന്നു. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നുള്ള ഫീഡ്ബാക്ക് മാനുഫാക്ചറിലേക്ക് എത്തിക്കുന്നു. അതേപോലെ നമ്മുടെ മാർക്കറ്റില് സീസണൽ ആയിട്ടുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. ഡിമാൻഡിനനുസരിച്ച് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നു. ട്രെൻഡുകൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് റീറ്റെയിലർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റീറ്റെയിലിംഗ് ഇൻഡസ്ട്രി ഉണ്ടായത് കൊണ്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് സെക്ടറിൽ തന്നെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ഡെമോഗ്രാഫിക് ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മളുടെ മൊത്തം പോപ്പുലേഷനെയും അവരുടെ ഡിമാൻഡിനെയും ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്നു. GDPയുടെ 10% നമ്മുടെ റീറ്റെയിൽ സെക്ടറാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പോസബിൾ ഇൻകം കൂടും. ആളുകൾക്കിടയിൽ ഡിസ്പോസബിൾ ഇൻകം വർദ്ധിക്കുന്നു. അതായത് ഇൻകം ഫോർ സ്പെൻഡിങ്. അങ്ങനെ അവരുടെ ഹൗസ് ഹോൾഡ്സിന്റെ ഒക്കെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അവരുടെ സ്പെൻഡിങ് നാച്ചുറൽ വ്യത്യാസം വരും. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. ദെൻ ആക്സിലറേറ്റഡ് അർബനൈസേഷൻ, നഗരവൽക്കരണത്തിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതിലൂടെ ഇക്കണോമിക് ലിബറലൈസേഷൻ, സാമ്പത്തികമായിട്ടുള്ള വളരെയധികം സ്വാതന്ത്ര്യം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നു. ഇവരുടെ ഗ്ലോബൽ പ്രാക്ടീസസ് കാരണം നമ്മളുടെ ഇൻഡസ്ട്രി, അതായത് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള നാണയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നു. ഫോറിൻ ഇൻകം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗ്രോത്ത് ആസ്പെക്ട്സ് ഉണ്ട് നമ്മുടെ റീറ്റെയിൽ ഇൻഡസ്ട്രി കൊണ്ട് നമ്മളുടെ ഇന്ത്യൻ സമൂഹത്തിന്. അപ്പോൾ റീറ്റെയിലർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, റീറ്റെയിലറുടെ ഫങ്ഷൻസ്, റീറ്റെയിലറുടെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഇന്ത്യൻ റീറ്റെയിലിംഗില് പുതിയ ട്രെൻഡ്, ഇതെല്ലാം നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് കവർ ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ദെൻ രണ്ടാമതായിട്ട് എന്താ പറയുന്നത്? പർച്ചേസ് ഡിസിഷൻ പ്രോസസ് ആണ്. ഒരു ബയർ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ വേണ്ടയോ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഏറ്റവും ആദ്യം നീഡ് റെക്കഗ്നീഷൻ. നീഡ് റെക്കഗ്നീഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്താണ് അൺസാറ്റിസ്ഫൈഡ് വാണ്ട് ആയിട്ട് നിലനിൽക്കുന്നത്, നമ്മളുടെ ആവശ്യം എന്താണ് എന്ന് ആദ്യം തിരിച്ചറിയണം. ദെൻ അതിന് വേണ്ട പ്രോഡക്റ്റ് എവിടെയാണ് ലഭിക്കുന്നത്, അതിനുവേണ്ടി ഇന്റർനെറ്റിന്റെ ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻ സെർച്ച് നടത്താം. മൂന്നാമത്തെ സ്റ്റെപ്പില് ആൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മൾക്ക് അവൈലബിൾ ആയ ചോയ്സസിനെ അതിന്റെ ക്വാളിറ്റീസും ഡിമെറിറ്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഏതാണ് നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ പ്രൊഡക്റ്റ് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നീട് ആ പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്നു. പർച്ചേസ് ഡിസിഷൻ. ഈ ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ഒരു സെയിൽസ്മാന്റെ വാക്കൊക്കെ നമ്മുടെ ഡിസിഷനെ സ്വാധീനിക്കും. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തു, പക്ഷെ സെയിൽസ്മാൻ പറയാണ് നിങ്ങളുടെ ആവശ്യത്തിന് ഇതല്ല, വേറൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് സ്യൂട്ട് ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതുകൂടെ ഒന്ന് നോക്കും. അങ്ങനെ പർച്ചേസ് ഡിസിഷൻ എന്നുള്ള സ്റ്റേജ് കഴിഞ്ഞാൽ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ ആയി.
പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ വരാം. ഒന്ന്, പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയ കൺസ്യൂമർ ആണെങ്കിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് പർച്ചേസ് നടത്താം. അതല്ല, സാറ്റിസ്ഫാക്ഷൻ അല്ല ഉണ്ടായിട്ടുള്ളതെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ കമ്പനിയെ കുറിച്ചോ മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങളും നടത്തി എന്ന് വരാം. കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നറിയപ്പെടുന്നു, അത് നെഗറ്റീവ് ആയിട്ടുള്ള പ്രചാരണങ്ങൾ. അപ്പൊ ആ രീതിയിലൊക്കെ ഒരു പർച്ചേസ് പ്രോസസ്സിൽ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ആണ്. ദെൻ മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ്സ് ആണ്. ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതില് സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഹൈപ്പർ മാർക്കറ്റ്, ക്യാഷ് ആൻഡ് ക്യാരി സിസ്റ്റം, ഇ-ടെയിലിംഗ്, ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ മോഡേൺ മാർക്കറ്റിംഗ് ട്രെൻഡിലുണ്ട്, റീറ്റെയിൽ ഫോർമാറ്റിൽ വരുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്താ? സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സെൽഫ് സർവീസ് ആണ്. ഫുഡ് ആൻഡ് ഗ്രോസറി ഒക്കെയാണ് മെയിൻ ആയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഹൈ വോള്യം ഉണ്ടായിരിക്കും, ലോ മാർജിൻ ആയിരിക്കും. സെൽഫ് സർവീസ് സ്റ്റോറുകളാണ് സൂപ്പർ മാർക്കറ്റ്. എക്സാമ്പിൾ ആയിട്ട് ഡിമാർട്ട്, റിലയൻസ് സ്മാർട്ട് ഒക്കെ വരുന്നു. പിന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ എന്ന് പറയുമ്പോൾ അവിടെ പ്രോഡക്റ്റിനെ, നമ്മള് പ്രോഡക്റ്റ് ഡിവിഷൻസിനെ കൃത്യമായി എന്ത് ചെയ്തിട്ടുണ്ടാവും? ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ട്. എക്സാമ്പിൾ ആയിട്ട് ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, ലൈഫ് സ്റ്റൈല്. ദെൻ ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അതില് ഫുള്ളായിട്ടും സൂപ്പർ മാർക്കറ്റ് പ്ലസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഇതിന്റെ ഒരു കമ്പൈൻഡ് ഫോം ആണ്. എക്സാമ്പിള് ലുലു, സ്റ്റാർ ബസാർ. ക്യാഷ് ആൻഡ് ക്യാരി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഹോൾസെയില് സെൽഫ് സർവീസ് ആണ്. ബിസിനസ് ബയേഴ്സിന് എന്ത് ചെയ്യാം? അവരുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, പേയ്മെന്റ് നടത്തുക, കൺവെയർ ബെൽറ്റിലൂടെയൊക്കെ അവൈലബിൾ ആയിരിക്കുന്ന പ്രോഡക്റ്റ് സ്വയം എടുത്ത് കൊണ്ടുപോരുക. എക്സാമ്പിൾ മെട്രോ. നമ്മൾ ബാംഗ്ലൂരിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ ലോഞ്ച് ചെയ്തത്. പിന്നെ ലോട്ട്സ് ഹോൾസെയിൽ. പിന്നെ ഇ-ടെയിലിംഗ്, ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ആണ്. ഡിജിറ്റൽ സ്റ്റോർ ഫ്രണ്ട് ആണ്. ഹോം ഡെലിവറി ഉണ്ടായിരിക്കും. ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമ്മൾ റീറ്റെയിലിംഗ് പെർഫോം ചെയ്യുന്ന എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? ആമസോൺ ഇന്ത്യ, ഫ്ലിപ്കാർട്ട്. അപ്പൊ നമ്മൾ സോഴ്സിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം. പ്രോഡക്റ്റിന്റെ സപ്ലയേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഏറ്റവും സ്യൂട്ടബിൾ ആയ സപ്ലയറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പൊ സപ്ലയേഴ്സിന്റെ റിലയബിലിറ്റി, നമ്മൾക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയലിന്റെ നാച്ചുറൽ, ലാഗ് ടൈം, നമ്മൾക്ക് നൽകുന്ന സർവീസുകള്, ഇതെല്ലാം നോക്കിയാണ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഒക്കെ നോക്കിയാണ് ഒരു സപ്ലയറെ തെരഞ്ഞെടുക്കുക. കാരണം സെയിൽസിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ്. ആ പ്രൊഡക്റ്റ് മെർക്കൻഡൈസിനെ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം? മാനേജ് ചെയ്യണം. അപ്പൊ സോഴ്സിങ് റിലേറ്റ് ചെയ്തുകൊണ്ടും മെർക്കൻഡൈസ് മാനേജ്മെന്റ്, അതിലെ ബഡ്ജറ്റ് പ്രിപ്പറേഷൻ, റിസോഴ്സ് അലോക്കേഷൻ, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കൺസ്ട്രെയിൻസ്, ലേഔട്ടിന്റെ സെലക്ഷൻ, ലേഔട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ, ഇതെല്ലാം ഇടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് മെർക്കൻഡൈസ് മാനേജ്മെന്റും അവിടെ കീ ഇഷ്യൂസ് വരുന്നുണ്ട്. മെർക്കൻഡൈസ് മാനേജ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കൺസ്ട്രെയിൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അത് ശ്രദ്ധിക്കുക. പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ്, അതിൽ മോഡേൺ ട്രെൻഡ്. പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ഓറിയന്റഡ് വരാം, കോമ്പറ്റീഷൻ ഓറിയന്റഡ് വരാം. അതുപോലെ തന്നെ EDLP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറി ഡേ ലോ പ്രൈസിങ്. സ്ഥിരമായി പ്രോഡക്റ്റ് വില കുറച്ചുകൊണ്ട് നമ്മൾ വിൽക്കുന്നു. കൺസിസ്റ്റന്റ്ലി ലോ പ്രൈസസ് ആണ് ഓരോ ദിവസവും. അതായത് അത് എന്ത് ചെയ്യുന്നു? ലോങ് ടേം ട്രസ്റ്റ് ആണ്. ആളുകൾക്ക് അവിടെ വിശ്വാസമാണ്. അവിടെ പോയാൽ പ്രോഡക്റ്റ് വില കുറഞ്ഞ് കിട്ടും. എക്സാമ്പിൾ ഡിമാർട്ട് മോഡൽ. പിന്നെ ഒരു പ്രൈസിങ് മെത്തേഡ് ഹൈ ലോ പ്രൈസിങ് ആണ്. അതായത് പ്രൊമോഷണൽ പ്രൈസിങ് ആണ്. അതില് ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലൊക്കെ ഹൈ പ്രൊമോഷണൽ എക്സ്പെൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടി ഹൈ പ്രൈസിൽ പ്രോഡക്റ്റ് ഓഫർ ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമ്മൾക്ക് ഇൻകം ഒക്കെ കൂടി കോസ്റ്റ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായാൽ പ്രൈസ് കുറച്ചു കൊടുക്കും, ലോ പ്രൈസ്. അതായത് ഹൈ ബൈസ് പ്രൈസും ഫ്രീക്വന്റ് ഡീപ്പ് ഡിസ്കൗണ്ട് ക്യാമ്പയിൻസും അതിനനുസരിച്ച്, അതായത് ആളുകൾ വരുന്നതിനനുസരിച്ച്, ഫുട്ഫോൾ, നമ്മുടെ കൺസ്യൂമേഴ്സ് വരുന്നതിനനുസരിച്ച് അവർക്ക് ഇൻകം കൂടും. അപ്പൊ പ്രൈസ് കുറച്ചു കൊടുക്കാനും കഴിയും. പിന്നെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ആണ്. നമുക്ക് നോർമലി സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാ നമ്മൾ
ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്നത് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസുകളുടെ കൂടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ലാഭം ആഡ് ചെയ്യുന്നു. അപ്പൊ കോസ്റ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ ചെലവിന്റെ കൂടെ മാർക്കപ്പ്, അതായത് നമ്മളൊരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും, അത് ആഡ് ചെയ്യാം. ഫിക്സഡ് പ്രോഫിറ്റ് മാർക്കപ്പ് ആഡഡ് ടു ടോട്ടൽ അക്വിസിഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് കോസ്റ്റ്, ചെലവിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്ത് പ്രൈസ് ഫിക്സ് ചെയ്യാം. പിന്നെ കോമ്പറ്റേറ്റീവ് പ്രൈസസ് ഉണ്ട്, മാർക്കറ്റ് ഓറിയന്റഡ് പ്രൈസ്, മാർക്കറ്റിൽ നിലനിൽക്കുന്ന അതേ പ്രൈസ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. പിന്നെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് ഗോയിങ് റേറ്റ് പോളിസി ഒക്കെ അഡോപ്റ്റ് ചെയ്യും. പിന്നെ ഡൈനാമിക് അലൈൻമെന്റ് ത്രൂ റിയൽ ടൈം കോമ്പറ്റേറ്റർ പ്രൈസ് മോണിറ്ററിങ്, സ്ഥിരമായി നമ്മൾ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിന്റെ പ്രൈസിങ് സ്ട്രാറ്റജി മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റിൽ വ്യത്യാസം വരുത്തുക. പിന്നെ അതർ പ്രൈസിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റിൽ പഠിക്കുന്നുണ്ട്. പ്രസ്റ്റീജ് പ്രൈസിങ്ങും അതുപോലെ തന്നെ ഓഡ് പ്രൈസിങ്, ഈവൺ പ്രൈസിങ്, ഡിഫറൻഷിയേറ്റഡ് പ്രൈസിങ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. പെനിട്രേഷൻ ആൻഡ് സ്കിമ്മിങ് പ്രൈസിങ്. പെനിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലോ പ്രൈസ് പിന്നീട് ഹൈ പ്രൈസ്. സ്കിമ്മിങ് പോളിസി എന്ന് പറയുമ്പോൾ ആദ്യം ഹൈ പ്രൈസ് പിന്നീട് ലോ പ്രൈസ്. അങ്ങനെ പ്രൈസിങ് സ്ട്രാറ്റജി ചോദിക്കുമ്പോൾ മാർക്കിനനുസരിച്ച് എഴുതണം. 20 മാർക്കിനാണെങ്കിൽ എല്ലാ പ്രൈസിങ് മെത്തേഡ്സും ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ദെൻ അടുത്തതായി വരുന്നത് നമ്മളെ ലേ ഔട്ട് ആണ്, സ്റ്റോഴ്സിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ. ഗ്രിഡ്, റേസ് ട്രാക്ക്, ഫ്രീ ഫോം. അതായത് ഫ്രീ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ബൊട്ടീക് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നില്ലേ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാറുണ്ട്, കൃത്യമായിട്ട് ഒരു സിമെട്രിക് ആയ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ഒന്നും ഉണ്ടാവില്ല. അസിമെട്രിക് ആയിട്ടുള്ള ഫ്ലൂയിഡ് പിക്ചേഴ്സ് ആണ്. റിലാക്സ് ആയിട്ട് നമ്മൾക്ക് തെരഞ്ഞ് കണ്ടുപിടിച്ച് ആ ലോവർ സ്പേസിൽ തന്നെ നമ്മൾക്ക് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഫ്രീ ഫോം. റേസ് ട്രാക്ക് എന്ന് പറയുമ്പോൾ ഒരു ലൂപ്പ് ആയിട്ടാണ് നമ്മൾ ലേ ഔട്ട് സെറ്റ് ചെയ്യുന്നത്. ഒരു സെക്ഷൻ അടുത്ത സെക്ഷൻ എന്നുള്ള രീതിയിൽ പെരിമീറ്റർ ലൂപ്പ് ത്രൂ ആൾ ഡിപ്പാർട്ട്മെന്റ്സ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പൾസ് പർച്ചേസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകളിൽ ഇത് ഉപയോഗിക്കുന്നത്. ഗ്രിഡ് എന്ന് പറയുമ്പോൾ പാരലൽ ആയിട്ട് പിക്ചേഴ്സ് ആൻഡ് ക്യാപ്സും ഒക്കെ സെറ്റ് ചെയ്യുക. സ്പേസ് കൃത്യമായി എഫിഷ്യന്റ് ആയിട്ട് ഫാസ്റ്റ് ഷോപ്പിംഗ് നടത്താൻ കഴിയും ആളുകൾക്ക്. സൂപ്പർ മാർക്കറ്റ്സിൽ ഉപയോഗിക്കുന്ന രീതി. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റോഴ്സ് കൃത്യമായി ലേ ഔട്ട് ഒക്കെ സ്റ്റോഴ്സ് അറേഞ്ച്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്ന് എങ്ങനെയാണ് മെഷേഴ്സ് എങ്ങനെയാ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നത്? സെയിൽസ് പെർ സ്ക്വയർ ഫീറ്റ്, ടോട്ടൽ എത്ര ഏരിയയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ടോട്ടൽ സെയിൽസും റിലേറ്റ് ചെയ്ത് പറയാം. ടോട്ടൽ സെയിൽസ് ബൈ ഏരിയ, ഫ്ലോർ ഏരിയ. അപ്പൊ നമ്മൾക്ക് മൊത്തം ഏരിയക്ക് എത്ര ലാഭം ഉണ്ടായി, ഒരു സ്ക്വയർ ഫീറ്റിൽ നിന്ന് എത്ര സെയിൽസ് ഉണ്ടായി എന്നൊക്കെ നോക്കാം. പിന്നെ ഗ്രോസ് മാർജിൻ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അവിടെ ഗ്രോസ് മാർജിൻ പെർസെൻറ്റേജ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി കോസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇറ്റ് കൺവേർട്സ് ഇൻവെന്ററി അസറ്റ് ടു പ്രോഫിറ്റ്. അപ്പൊ അങ്ങനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോഴ്സിന്റെ കൃത്യമായ ലേഔട്ടിലൂടെ നമ്മൾക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി കീ ടെക്നോളജീസ് ആണ്. എന്തൊക്കെ പുതിയ പുതിയ ടെക്നോളജീസ് ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്? അതില് അഡ്വാൻസ്ഡ് POS ആൻഡ് ERP, പോയിന്റ് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഇംപ്ലിമെന്റേഷൻ ഒക്കെ പറഞ്ഞു. ദെൻ റിയൽ ടൈം ഇൻവെന്ററിയും അതുപോലെ തന്നെ ഇലക്ട്രോണിക് പേയ്മെന്റ്സും, അവ രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തുകൊണ്ട് അഡോപ്റ്റ് ചെയ്യുന്നു. അപ്പൊ അത് വളരെ ഈസിയാണ്, ഏറ്റവും കൂടുതലായ ആളുകൾ അഡോപ്റ്റ് ചെയ്യുന്നതുമാണ്. പിന്നെ ടാലി, ERP ഒക്കെ നമ്മൾക്ക് അറിയാലോ, എഫിഷ്യന്റ് റിസോഴ്സ് പ്ലാനിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ. പിന്നെ RFID ആണ്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ലോജിസ്റ്റിക്സിലൊക്കെ എവിടെ എത്തി നമ്മുടെ സ്റ്റോക്കിന്റെ മൂവ്മെന്റ് ഒക്കെ നമ്മൾക്ക് ട്രാക്ക് ചെയ്യാം. ചില സ്ഥാപനങ്ങൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് വരെ സ്റ്റോക്കിന്റെ ട്രാൻസ്ഫർ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്മാർട്ട് ചിപ്പുകൾ ഉപയോഗിക്കുന്നു. ഫുൾ പാലറ്റ് കൗണ്ട്സ് വിത്തൗട്ട് ലൈൻ ഓഫ് സൈറ്റ്, നമുക്ക് കാണുന്നില്ലെങ്കിൽ നമുക്ക് കൃത്യമായി അത് ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോയൽറ്റി ബേസ്ഡ് പ്രോഗ്രാമുകൾ നടത്തുന്നു. ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ഡിസ്കൗണ്ടുകളും അസോർട്ട്മെന്റ്സും കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞിരുന്നു ക്ലബുകളൊക്കെ,
അതേപോലെ തന്നെ കൂപ്പൺ പോയിന്റ്സ് ഒക്കെ കൊടുക്കുക. ആ പോയിന്റ്സിനനുസരിച്ച് അവർക്ക് അത് പ്രൈസായി കൺവേർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുക. അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ദെൻ റെഗുലേറ്ററി ആക്ട്സ് ആണ്. നമ്മൾ ആ ലീഗൽ ഇഷ്യൂസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഭാഗത്ത് സ്റ്റാറ്റ്യൂട്ടറി മെഷേഴ്സിൽ പഠിക്കുന്ന പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ. ഒന്ന് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഫാക്ടറീസ് ആക്ടിന് കീഴിൽ വരാത്ത എല്ലാ സ്ഥാപനങ്ങളും ഇതിന്റെ കീഴിൽ വരും. അതായത് വർക്കേഴ്സിന്റെ വർക്കിംഗ് അവേഴ്സ്, റെസ്റ്റ് ഇന്റർവെൽസ്, ഓപ്പണിംഗ് ക്ലോസിംഗ് ടൈം, എംപ്ലോയി ലീവ്, ഇതൊക്കെ ഇവര് ശ്രദ്ധിക്കുന്നു. അതിലാണ് നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ വിവരം അറിയിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ലൈസൻസിങ് സിസ്റ്റം. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. കൺസ്യൂമേഴ്സിന് റീറ്റെയിലേഴ്സിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നാശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടായാൽ അതിന് റീഇംബേഴ്സ്മെന്റ് കൊടുക്കാനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയുള്ളതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. പിന്നെ വരുന്നത് ഫുഡിന്റെ അഡൾട്ടറേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ആക്ട്. ഫുഡ് സ്റ്റോറേജ്, സാനിറ്ററി ഹാൻഡ്ലിങ്, എക്സ്പയറി, ലേബലിംഗ്, കോൾഡ് ചെയിൻ കംപ്ലയൻസ്, ഇതിനൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന പ്രൊട്ടക്ഷൻ മെഷേഴ്സുള്ള ആക്ടുകൾ. പിന്നെ എഫക്റ്റീവ് കോമ്പറ്റീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആക്ട്. ലീഗൽ മെട്രോളജി ആക്ട്, അതായത് കൃത്യമായ അളവും തൂക്കവും. മാൻഡേറ്റ്സ്, MRP, നെറ്റ് വെയിറ്റ്, മാനുഫാക്ചറിങ് ഡേറ്റ്, കൺട്രി ഓഫ് ഒറിജിൻ ഓൺ പാക്കേജിങ്, അങ്ങനെ വരുന്ന എല്ലാ ഡീറ്റെയിൽസും ഉള്ളത്. അപ്പോൾ ഒരുപാട് നിയമങ്ങൾ റീറ്റെയിൽ സെക്ടറിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. 13 നിയമങ്ങൾ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതിലൊരു 4-5 നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. essay ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് 5 ആക്ട് എന്നാണെങ്കിൽ ആ 5 എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതണം. പിന്നെ വരുന്നത് നമ്മളിപ്പോ മൊത്തം ഏകദേശം ഓവർവ്യൂവിൽ വരുന്ന ഏരിയാസ് ആണ് കവർ ചെയ്തത്. ടോട്ടൽ 12 യൂണിറ്റ് ആണുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം ലാസ്റ്റ് സെക്ഷനില് റൂറൽ റീറ്റെയിലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. റൂറൽ ഏരിയയിൽ നമ്മൾ റീറ്റെയിലിംഗ് നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, റൂറൽ മാർക്കറ്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്. അപ്പൊ റൂറൽ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൗപ്പൽ സാഗറിന്റെ എക്സാമ്പിൾ ഒക്കെ നിങ്ങൾ ഓർമ്മിക്കാം. റൂറൽ ഏരിയയിലുള്ള ആളുകൾ സ്കാറ്റേർഡ് ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും. അവരുടെ ഇൻകം എന്ന് പറയുന്നത് സീസണൽ ഇൻകം ആണ്. പലപ്പോഴും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് ഹാർവെസ്റ്റിംഗ് സമയത്ത് അവർക്ക് ഇൻകം ഉണ്ടായിരിക്കും, എന്നാൽ ഓഫ് സീസണിൽ അവർക്ക് ഇൻകം ഉണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് അവരുടെ ഇൻകത്തിനനുസരിച്ച് ആ ഒരു പർട്ടിക്കുലർ പീരിയഡിൽ അവർ വാങ്ങിക്കാൻ വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പ്രൊഡക്റ്റും അവർക്ക് വാങ്ങിച്ചു കൊണ്ടുപോകാൻ കഴിയണം. ആ ഒരു കൺസെപ്റ്റിന് കീഴിലാണ് ചൗപ്പൽ സാഗർ എന്ന് പറയുന്ന ആദ്യത്തെ മാൽ കൺസെപ്റ്റ് റൂറൽ മാർക്കറ്റിംഗിലേക്ക് വന്നത്. അപ്പൊ അവരുടെ ഡിസ്പോസിബിൾ ഇൻകം കുറവായിരിക്കും. റൂറൽ ഏരിയയിലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി കുറവായിരിക്കും. പുതിയ പുതിയ ടെക്നോളജീസിനെ കുറിച്ചുള്ള അറിവ് അവർക്ക് കുറവായിരിക്കും. അതേപോലെ തന്നെ പ്രോഡക്ട്സിന്റെ പല രീതിയിലുള്ള മോഡേൺ മാർക്കറ്റിംഗിൽ നടക്കുന്ന ഗാംബ്ലിങ്ങുകളെ കുറിച്ചോ അല്ലെങ്കിൽ സ്കാമുകളെ കുറിച്ചോ ഒന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ റൂറൽ മാർക്കറ്റിംഗിൽ ഒരു മാർക്കറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിടയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് റീറ്റെയിലിംഗ്. ദെൻ റീസെന്റ് ട്രെൻഡ്സ് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന കുറെ മെത്തേഡുകൾ, കൺവീനിയൻസ് സ്റ്റോർ, 24x7 മാർക്കറ്റ്, ഓട്ടോമാറ്റിക് വെൻഡിങ് കിയോസ്കുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതണം. അപ്പൊ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിൽ ആകെ 12 യൂണിറ്റേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. നമ്മൾക്ക് 20 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് വരുന്ന പാറ്റേൺ. അപ്പൊ ഒരു ക്വസ്റ്റ്യന് തന്നെ ചിലപ്പോൾ 2 സബ് ക്വസ്റ്റ്യൻ ആയിട്ട് 10+10 എന്നുള്ള രീതിയിൽ വരാം. ദെൻ 8-9 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ ഏകദേശം നമ്മളുടെ ചാപ്റ്റേഴ്സിലെ 1-2 യൂണിറ്റ്സിൽ നിന്നേ ക്വസ്റ്റ്യൻ വരാത്തത് ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് പഠിക്കുക. നമ്മൾ എക്സാം ഓറിയന്റഡ് ലൈവില് കൃത്യമായി പേജ് നമ്പർ അടക്കം നമ്മൾ ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എല്ലാവർക്കും സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ് സാധാരണ ഉണ്ടാവാറുള്ളത്. കാരണം നമ്മൾക്ക് പഠിക്കാനുള്ള വോള്യം വളരെ കുറവാണ്. പിന്നെ പേഴ്സണൽ സെല്ലിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്ന മറ്റു സബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ കൃത്യമായി നോക്കുക, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് പഠിക്കുക.
നമ്മളിപ്പോ ഈ വീഡിയോയിൽ തന്നെ കുറെ ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് പോവാം. ഓൾ ദി ബെസ്റ്റ്.